പ്രഭു. നാടും നാട്ടാരും ഈ ഉള്ളവർ കാരണം അനാഥമാവുന്നു നാഥ. പ്രിയേ, ഈശ്വരൻ നമ്മെ കൈവിടുകയില്ല. എത്ര കാലം കൊണ്ട് നാം ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുക. യഥാർത്ഥ ഭക്തരെ ദൈവം കൈവിടുകയില്ല. ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മുടെ പദ്ധതികൾ പൊളിയുകയാണല്ലോ വൈദ്യരെ. അല്ല മഹാരാജൻ, താൻ ആളെ കളിയാക്കുകയാണ്. പിൻഗാമികളില്ലാത്ത രാജാവിന്റെ കാലശേഷം ആരാ നമ്മുടെ രാജൻ? കുമാരന്മാർ ഉണ്ടാകാതിരിക്കാനുള്ള മരുന്ന് അമ്മ മഹാറാണിക്ക് യഥാവിധി നൽകുന്നില്ലേ? പിന്നെ അല്ലാതെ അന്തപുരം പാചകക്കാരൻ നമ്മുടെ ആളല്ലേ? രാജാവാകുമ്പോ അടിയന്റെ മറക്കരുത് മന്ത്രിസ്ഥാനം. തീർച്ചയായും ഇത്രയും ബുദ്ധിമാനായ ഒരാളെ നാം വേണ്ടെന്ന് വയ്ക്കൂ. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ പന്തള രാജാവിന്റെ കാനന്ദ യാത്രക്കിടയിൽ കഴുത്തിൽ മണിബന്ധിച്ച് ഒരാൺകുഞ്ഞിനെ കാണുവാൻ ഇടവന്നു. വനദേവതകളുടെ അനുവാദത്താൽ നമുക്ക് വേട്ട ആരംഭിക്കാം. മൃഗങ്ങളെ വിരട്ടി ഉൾവനത്തിലേക്ക് അയക്കുകയും ചെയ്യാവോ? കൊല്ലരുത്. ശബരിയുടെയും ശ്രീരാമന്റെയും സ്പർശത്താൽ പുണ്യമായ പമ്പാ നദീ തീരത്ത് തന്നെ വിശ്രമിക്കാം. ഈ ശീതള ഛായയിൽ കൂടാരമൊരുക്കും. അങ്ങയുടെ തിരുവുള്ളം പോലെ മഹാരാജൻ. ഒരു കുഞ്ഞ്. ഭഗവാനെ, ഈ ഉള്ളവനെ അങ്ങ് പരീക്ഷിക്കുകയാണ്. ഈ കുഞ്ഞിന്റെ മാതാപിതാക്കൾ എവിടെ? കുഞ്ഞുങ്ങളില്ലാതെ അലയുന്ന ഈ ഉള്ളവനെ ഭഗവാന്റെ ദാനമോ ഈ കുഞ്ഞ്? വേണ്ട, ഇവനെ നാം ആഗ്രഹിച്ചുകൂടാ. ഇവന്റെ മാതാപിതാക്കൾ ഈ കാട്ടിൽ എവിടെയെങ്കിലും കാണും. ഹേ, നീതിധർമ്മങ്ങൾക്ക് പേരുകേട്ട മഹാരാജൻ, അങ്ങ് എന്താണ് ഈ കാണിക്കുന്നത്? മഹാരാജൻ, ഒരു പിഞ്ചു കുഞ്ഞിനെ കാട്ടിൽ ഉപേക്ഷിച്ചു പോകാൻ അങ്ങേക്ക് എങ്ങനെ തോന്നി? കഷ്ടം. അത് ഞാൻ ഈ കുട്ടി. നീതിമാനായ അങ്ങ് പാപിയാകാൻ പാടില്ല. രാജൻ, ഈ കുഞ്ഞിനെ അങ്ങ് കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വളർത്തണം. ഈ ചൈതന്യവാനായ കുഞ്ഞ് ആരാണ്? ആരുടെയാണ്? അതെല്ലാം 10-14 കൊല്ലം കൊണ്ട് അങ്ങേ കരവുള്ളതാണ്. നന്ദി ബ്രഹ്മശ്രേഷ്ഠ, നന്ദി. ഇവന്റെ പേര് കൂടി അങ്ങ് വെടിഞ്ഞാലും. അവന്റെ കണ്ഠത്തിലെ സ്വർണ്ണമണിമാല കണ്ടില്ലേ? ഇവന് യോജിക്കുന്ന പേര് മണികണ്ഠൻ എന്ന് തന്നെ. മണികണ്ഠൻ, മണികണ്ഠൻ, മണികണ്ഠൻ. ഇതവിടുത്തെ മായല്ലാതെ മറ്റൊന്നല്ല. ബുദ്ധിമാരല്ലാത്ത ദുഃഖത്താൽ ഖീനനായ എന്നെ അവിടുന്ന് അനുഗ്രഹിച്ചു.
വഴി കാണും. ഈ കൊട്ടാരം വിടാനുള്ള വഴിയാവരുത്. അങ്ങനെ പറയാതെ നാളെ രാജ്യം ഭരിക്കേണ്ട അങ്ങ് ഇങ്ങനെ അധൈര്യവാനാകരുത്. എനിക്ക് ചില പദ്ധതികൾ തോന്നുന്നുണ്ട്. കുമാരൻ, ഈ മാതാവിനെ ഇങ്ങനെ ഓടിക്കാതെ. മതി മണിയണ്ട, ഞാൻ തളർന്നു. റാണി എന്തായി കാട്ടുന്നത്? ഇങ്ങനെ കിടന്ന് ഓടാതെ. ഉദരത്തിലൊരു കുഞ്ഞുണ്ടെന്ന് മറക്കരുത്. സൂക്ഷിക്കണം. കുമാരൻ വലിയ കുസൃതിയാണ്. നിദ്രയ്ക്കുള്ള സമയമായി കുമാര. അവിടുത്തെ ആജ്ഞ പോലെ. മണിയണ്ട, എന്നോടൊപ്പം കിടക്കാം. വേണ്ട മാതാശ്രീ, കുറെ കഴിഞ്ഞാൽ ഗുരുകുലത്തിൽ പോകേണ്ടതല്ലേ. അപ്പോ ഇപ്പോഴേ ഒറ്റയ്ക്ക് കിടന്ന് ശീലിക്കുന്നത് നല്ലതാ. കുഞ്ഞാണെങ്കിലും കുമാരന്റെ ചിന്തകളെല്ലാം പക്വതയാർന്നതാണ്. മഹാരാജനെ കാണുമ്പോൾ മാത്രം, അല്ലാത്ത പക്ഷം കുറുമ്പിന് ഒരു കുറവുമില്ല. അടിയെ, അതൊരു കുമാരനാണ്. ശംഭോ മഹാദേവ. മണിയണ്ട, അനുജൻ വന്നതിൽ പിന്നെ കുമാരൻ ഭക്ഷണം കഴിക്കാൻ പോലും മറന്നു പോകുന്നു. എന്തു ഭംഗിയാ ഇവിടെ കാണാൻ. കുമാരന് പുറപ്പെടാനുള്ള സമയമായി. ഗുരുനാഥന്റെ ആശ്രമത്തിലെത്തി. മനസ്സെത്തിപ്പെടില്ല. വിദ്യകൾ ഞാൻ പൂർണ്ണ മനസ്സോടെ ഏകാഗ്രതയോടെ ഹൃദയസ്ഥമാക്കും പിതാശ്രീ. പക്ഷേ കുമാരൻ, എന്തു പറ്റി? എന്തെങ്കിലും? എന്റെ അനുജൻ രാജരാജയും മാതാശ്രീയും ഇങ്ങനെ കരഞ്ഞാൽ എനിക്ക് പോകാൻ തോന്നില്ല പിതാശ്രീ. രാജരാജ കുഞ്ഞാണ്. പക്ഷേ നമ്മുടെ റാണിയാണെന്ന് വേണം. പ്രഭു, മണികണ്ഠനെ പിടിയാൻ ഈ ഉടവൾക്ക് മനസ്സില്ല. വിഷമിക്കാതെ മാതാശ്രീ, ഞാൻ പഠനം പൂർത്തിയാക്കി വേഗം എത്താം. മുഹൂർത്തം തെറ്റിക്കണ്ട. പുറപ്പെട്ടോളൂ കുമാരൻ. എന്നെ കാണുന്നപ്പോൾ മനസ്സിൽ ധ്യാനിച്ചാൽ മതി, ഞാൻ ഇവിടെ എത്താം. മകനെ മണികണ്ഠ, രാഹുകാലത്തിന് മുമ്പ് പുറപ്പെടാൻ മകന്. മണികണ്ഠ, മണികണ്ഠന്റെ പഠനം ഇന്ന് ആരംഭിക്കുകയാണ്. കുമാരനായി ഈ ഗുരുകുലത്തിൽ പ്രത്യേക ഇരിപ്പിടം സജ്ജമാക്കിയിട്ടുണ്ട്. ഉപവിഷ്ടനായിരുന്നു. ഗുരു, ഞാനൊരു സാധാരണ വിദ്യാർത്ഥി മാത്രമാണ്. ഞാൻ മറ്റു സഹപാഠികളോട് തിരുന്നോളാം. ഇതവിടുന്ന് നിഷേധമായി കരുതരുത്. കുമാരന്റെ ഇച്ഛ പോലെ. കുമാരൻ സാധാരണ വിദ്യാർത്ഥിയല്ല. വിളങ്ങും മിന്നൽ പിണറുളിയോ അലറിയണഞ്ഞൊരു കാറ്റിലുയർന്നു കുതിക്കും കടലലയോ മിഴിച്ചിങ്ങിടാതെ പദമൂങ്ങിട
ചേർത്തലയിലുള്ള ജീരപ്പഞ്ചെറിയിലെ കളരിയിൽ ഗ്രൂപ്പാണ്. അങ്ങ് മറ്റൊരാളെ കുറിച്ച് ഇങ്ങനെ പറയണമെങ്കിൽ അദ്ദേഹത്തിന്റെ ജ്ഞാനം ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ രാജഹിതം പോലെ കുമാരന് പന്തളം യുവരാജാവാകാം. ഗുരുദേവ, എന്റെ ഗുരുകുല പഠനം പൂർത്തിയായ സ്ഥിതിക്ക് അങ്ങേക്ക് ഞാൻ എന്താണ് ഗുരുദക്ഷിണയായി തരേണ്ടത്? കുഞ്ഞെ, എന്തിന് പ്രത്യേകിച്ച് ഗുരുദക്ഷിണ? ഇതുപോലെയുള്ള ഒരു ശിഷ്യനെ കിട്ടിയത് തന്നെ എന്റെ മഹാഭാഗ്യം. അത് വളരെ ഖിന്നനായി കാണപ്പെടുന്നു ഗുരുദേവ. ശിഷ്യനെ പിരിയുന്നത് ഗുരുശിഷ്യ ബന്ധത്തിൽ പതിവല്ലേ? പക്ഷേ അങ്ങേ മറ്റെന്തോ അലട്ടുന്നുണ്ട്. മനസ്സ് വായിക്കാൻ കഴിയുന്ന സ്വാമിയോട് ഞാനത് പറയണോ? മകനായ ഗുണനാഥന്റെ കാര്യമോർത്തല്ലേ ദുഃഖം? അതേ കുമാരൻ, ഈ തെളിച്ച വിളക്ക് കാണാനോ നമ്മൾ പറഞ്ഞ വാക്കുകൾ കേൾക്കാനോ അവന് കഴിയില്ല. ദൈവനാമം ഉച്ചരിക്കാനും അവനാകില്ല. ഗുണനാഥ, ഇവിടെ വരും. വാ, അച്ഛൻ വിഷമിക്കുന്നത് കണ്ടില്ലേ? ഇന്ന് വാ, അയ്യപ്പനാ വിളിക്കുന്നത്. വരാൻ. കണ്ണു തുറക്കൂ. ദാ അച്ഛൻ. ഗുരുനാഥൻ, വിളിക്കൂ. സ്വാമി അയ്യപ്പൻ, സ്വാമി അയ്യപ്പൻ. ഭഗവാനേ, ഞാൻ എന്താണ് ഈ കാണുന്നത്? സാക്ഷാൽ അവതാരമായി വന്നു അടിയന് ദുഃഖമാക്കിയിരിക്കുന്നു, അടിയനെ അനുഗ്രഹിച്ചിരിക്കുന്നു. ശിഷ്യൻ എത്ര വലിയവനാണെങ്കിലും അവന്റെ സ്ഥാനം ഗുരുവിന് താഴെ മാത്രമേ വരൂ. ഇതെല്ലാം അങ്ങയുടെ അനുഗ്രഹമാണ് ഗുരുസ്വാമി. മണികണ്ഠ, പന്തളം മഹാറാണി, നമസ്കാരം. അടിയനെതിരെ അറിഞ്ഞാൽ കൊള്ളാം. നിങ്ങൾക്കറിയാത്ത എന്താണ് നമുക്കറിയാവുന്നത്? അതെ, അടിയന്റെ സംശയ നിവൃത്തി റാണിക്ക് മാത്രമേ കഴിയൂ. അതിന് ഉത്തരം നൽകാൻ റാണിക്കേ കഴിയൂ. മന്ത്രിയുടെ സംശയം ചോദിച്ചില്ല. മണികണ്ഠനെ ഇടുന്നതിനായി വഴിക്ക് പോകുന്ന കാര്യം മഹാറാണി അറിഞ്ഞാണല്ലോ. അറിഞ്ഞു. എന്തേ? ഞാൻ ഉദ്ദേശിച്ചത് മഹാരാജൻ മഹാറാണിയോട് ആലോചിച്ച് തന്നെയാണോ തീരുമാനമെടുത്തത്? അങ്ങനെ ഭരണകാര്യത്തിലുള്ള തീരുമാനങ്ങൾ എന്നോട് ആലോചിച്ചിട്ടല്ലല്ലോ കൈക്കൊള്ളുക. അത് മന്ത്രിയോടല്ലേ ആലോചിക്കുക. എന്ന് ഞാനൊരു സത്യം പറയട്ടെ, എന്നോട് ആലോചിച്ചാൽ ഞാനതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നു. മണികണ്ഠൻ ദിവ്യനായ ഒരു കുഞ്ഞാണ്. അവൻ ഇളവരച്ചനായാൽ എന്താണ് തെറ്റ്? നാട്ടുകാർക്കും അവൻ കണ്ണിലുണ്ണിയാണ്. പോരാത്തതിന് അതിസമർത്ഥനും. ഒക്കെ ശരിയാണ്. ദേ, ഇപ്പൊ ഓടി കളിച്ചു പോയാൽ റാണിയുടെ ഉദരത്തിൽ പിറന്ന രാജരാജ ദിവ്യനല്ലെന്നുണ്ടോ? ആ കുഞ്ഞ എന്റെ കണ്ണിൽ ദിവ്യൻ. എത്ര കാലത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് അവിടുത്തെ ഉദരത്തിൽ ആ കുമാരൻ പിറന്നത്. എനിക്ക് മനസ്സിലായില്ല മന്ത്രി. റാണി ഇത്ര പാവമായി പോയല്ലോ. കാട്ടിൽ കിടന്നവൻ ദിവ്യൻ, സ്വന്തം ഉദരത്തിൽ കിടന്നവൻ സാധാരണ. കഷ്ടം മഹാറാണി, കഷ്ടം. മണികണ്ഠനും രാജരാജയും എനിക്ക് ഒരുപോലെ തന്നെ. രണ്ടും എന്റെ കുഞ്ഞുങ്ങൾ. അത് മഹാറാണിയുടെ മഹാമനസ്കാരം. പക്ഷേ നാളെ കാട്ടിൽ കിടന്ന ഇടവതിലാകുമ്പോൾ സ്വന്തം ഉദരത്തിൽ പിറന്നവന്റെ ഗതി എന്താവുമെന്ന് റാണി ജനിച്ചു. കാട്ടിൽ കിടന്നവനല്ല, നാട്ടിൽ ജനിച്ചവരാണ് ഇടവതിലാകേണ്ടത്. എന്തുപറ്റി പ്രിയെ? ചിന്താനിമഗ്നയായി കാണപ്പെടുന്നല്ലോ. ചോദിക്കാനെങ്കിലും തോന്നിയല്ലോ. പ്രഭു, അങ്ങേക്ക് രാജ്യകാര്യങ്ങളിലും മണികണ്ഠനിലും അല്ലേ ശ്രദ്ധ മുഴുവനും? എന്നെയും എന്റെ മകനെയും ആര് ശ്രദ്ധിക്കും? ഗുരുകുല പഠനം പൂർത്തിയാക്കി മണികണ്ഠൻ ഇന്നെത്തും. പിന്നെ രാജകാര്യങ്ങളെല്ലാം മണികണ്ഠൻ നോക്കും. ഈ ഉള്ളവരെ റാണിയെയും ഈശ്വരനെയും ധ്യാനിച്ച് കഴിയും. വളരെ നന്ദി. വേഗമാ, ഏത് നിമിഷവും മണികണ്ഠൻ എത്തും. എത്ര കാലമായി കുമാരനെ ഒന്ന് കണ്ടിട്ട്. പ്രഭു, അങ്ങ് പോയാലും എനിക്കെന്തോ നല്ല സുഖം തോന്നുന്നില്ല. എങ്കിൽ റാണി വിശ്രമിച്ചോളൂ, ഞാൻ കുമാരനെ കൊണ്ടുവരാം.
പിതാശ്രീ, നമ്മുടെ പ്രിയപ്പെട്ട കുമാരനെത്തിയോ? പ്രതീക്ഷിച്ചില്ല അല്ലേ? അല്ലല്ല, അറിഞ്ഞിരുന്നെങ്കിൽ വൻ സ്വീകരണം ഒരുക്കുമായിരുന്നല്ലോ ഞാൻ. തകൃതിത്താനിൽ നിന്ന് വന്ന കടൽക്കൊള്ളക്കാരൻ വാവർ കായംകുളം പ്രദേശത്ത് ഭീകരത സൃഷ്ടിക്കുന്നുവെന്ന്. കൊള്ളാം. ഞാൻ കേട്ടത് വേറെ ഏതെങ്കിലും പേരുകളാണ്. ഹരിയാണെന്നോ വേവറെന്നോ മറ്റോ. കടൽക്കൊള്ളക്കാരനാ. മന്ത്രി അറിഞ്ഞിട്ടും നമ്മെ എന്താ അറിയിക്കാനത്? അത് പിന്നെ കായംകുളം തമ്പുരാൻ നമ്മുടെ ചിരപുരാതനമായ മിത്രമല്ലേ? നമുക്ക് അദ്ദേഹത്തെ സഹായിക്കണം. പിതാശ്രീ, ഞാൻ വാവരെ അമർച്ച ചെയ്താലോ? വേണ്ട കുമാരൻ, പറഞ്ഞു കേട്ടിടത്തോളം വാവർ ആളൊരു ഭീകരന്. അവനെ ഒറ്റയ്ക്ക് നേരിടാൻ കുമാരനാവുമോ? പഠിച്ചത് പ്രാവർത്തികമാക്കണ്ടേ? അനുഗ്രഹിച്ചാലും പിതാശ്രീ. മതവിളകിയ ആനയെ പോലെ അല്ല പാവം. പഴക്കുള്ള കാട്ടിയാലൊന്നും മെരുകില്ല പോലെ. മന്ത്രിയുടെ ഉപദേശമല്ല ചോദിച്ചത്, രാജാവിന്റെ അനുവാദമാണ്. നാം ഉടൻ പുറപ്പെടുകയായി. വാവർ തുറത്താൻ പോയവൻ തോട് കഴിഞ്ഞ് തിരിച്ചെത്തി. ഈ ഉദയനനെ അമ്മാവനാക്കി അവൻ കൊണ്ടുവരിക. രാജ്യത്തിന്റെയും റാണിയുടെയും ഗതി ആലോചിക്കുമ്പോഴാണ് അടിയന് ഉദയനൻ വക വരുത്തിയാലും ഇല്ലെങ്കിലും നമ്മൾ ചില പൊടിക്കൈകൾ ചെയ്തേ തീരും. മരുന്നും മന്ത്രവും ഭരിക്കാത്തിടത്ത് തന്ത്രം. ആ തന്ത്രം മാത്രം പറഞ്ഞാൽ മതി. ഓ, ക്ഷമിക്കണം, ശീലക്കേട് കൊണ്ട് പറഞ്ഞു പോയതാണേ. മനുഷ്യരെല്ലാം പാടിപ്പുറത്തുന്ന ദേവന്മാരെ കാണാനേ യുദ്ധം ചെയ്യാൻ കാഴ്ചയിരിക്കുന്നു. 3 ലോകവും കീഴടക്കി കഴിയുന്ന മഹിഷിയുമായി യുദ്ധം ചെയ്യാൻ ആരുണ്ട്? സത്യം. നാം ചിലത് കേൾക്കുന്നു. എന്താ ദേവന്മാർ വീണ്ടും പടകുത്തുന്നു? ഇല്ലില്ല, ഭൂമിയിൽ ഒരുത്തൻ മഹിഷിയെ വെല്ലുവിളിക്കുന്നെന്ന് കേൾക്കുന്നു. അതും മഹിഷിയുടെ വികാര ഭൂമിയായ ശബരിമലത്തിൽ. എന്ത്? നേരപ്പോക്ക് നിർത്തുന്നാരെ. നേരമ്പോക്കല്ല, നാരായണനാണ് സത്യം. ഓ, ക്ഷമിക്കണം, മഹിഷിയാണ്. എങ്കിൽ അതെനിക്കൊന്ന് കാണണം. എനിക്കിപ്പോ മരിക്കൂ. കൃഷ്ണ, രക്ഷിക്കൂ. എന്താ വൈദ്യരെ, ഇതിന് പ്രതിവിധി ഇല്ലെന്നുണ്ടോ? മാർഗമില്ലെന്നല്ല, ഒരൊറ്റമൂലിയുണ്ട്. പക്ഷേ അത്ര വേഗം കിട്ടാവുന്ന ഒന്നല്ല. ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും നമുക്കത് വരുത്താം. ഈറ്റപ്പുലിയുടെ പാലാണ് വേണ്ടത്. നാടോടി പാല് വേണം. അതിൽ ചില ഭസ്മങ്ങളും ഗുളികകളും അരച്ചു കൊടുത്താൽ പിടിച്ചു നിർത്തിയത് പോലെ സൂക്കേട് നിൽക്കും. ശിവശിവ, ഇതെന്ത് മരുന്നാണ്? പുലിപ്പാലോ? ഭയന്നു പോയോ? പുലിപ്പാൽ, അതും കറന്ന പടി. ഈ പ്രയോഗം എങ്ങും കേട്ടിട്ടില്ല. കാണാത്ത ലോകത്തിന് കേൾക്കാത്ത മരുന്ന്. തിരുമുള്ളക്കേട് തോന്നരുത്. കുമാരൻ അസ്ത്രവിദ്യയും വേദോപനിഷത്തുക്കളും അല്ലേ പഠിച്ചിട്ടുള്ളൂ? ഞാനല്ലേ വൈദ്യം പഠിച്ചത്. ശാസ്ത്രത്തെ ചോദ്യം ചെയ്യാതെ അമ്മയോട് തരുമ്പെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഈ മരുന്ന് കൊണ്ടുപോകുമാരെ. സമയം അതിക്രമിച്ചാൽ പിന്നെ ഇതിലും നിൽക്കാതെ വരും. കൊണ്ടുവരാം. ഞാൻ പുറപ്പെടുകയായി. വാവരെയോ പടനായകനെയോ കൂടെ കൂട്ടിക്കൊള്ളൂ. വേണ്ട, അവർ വിശ്രമിക്കട്ടെ. തന്നെയുമല്ല, എല്ലാവരെയും കൂട്ടിപ്പോയാൽ ഉദ്ദേശം നടക്കില്ല. അല്ലേ മന്ത്രി? അതെ, പുലി ഭയം ഓടിപ്പോകും. വൈദ്യരെ, മറ്റു ചേരുവകൾ തയ്യാറാക്കും. ഞാൻ ഇതാ എത്തി. പുലികൾ വനത്തിന്റെ ഉള്ളിൽ പുൽക്കാടുകളിലാണ്.
പദം നിനക്ക് നൽകട്ടെ നാഥ. ദിവ്യമായ ആ പദവി നാം ആഗ്രഹിക്കുന്നില്ല. അധർമ്മത്തെ ഇല്ലാതെയാക്കി ധർമ്മം പുനഃസ്ഥാപിക്കുകയാണ് എന്റെ അവതാര ഉദ്ദേശം. അതിനായി നിന്നെ ഇല്ലാതാക്കാനാണ് നാം വന്നിട്ടുള്ളത്. അപ്പൊ കേൾക്കുന്നത് ശരിയാണ്. നമ്മെ വധിക്കാൻ ഇറങ്ങിയ വീട്ടിൽ കോമണത്തെ ശക്തി ഭഗവാൻ അവിടുത്തെ മഹാകാരുണ്യം കൊണ്ട് എനിക്ക് ശാപമോക്ഷം ലഭിച്ചിരിക്കുന്നു. എന്നെ അവിടുത്തെ പട്ടമനുഷ്യയെ സ്വീകരിച്ചത്. ദേവി നിർമ്മലെ, നീ എന്റെ ശക്തി തന്നെ. ഈ ജന്മം ബ്രഹ്മചാരിത്വം അവലംബിച്ചിരിക്കുന്നതിനാൽ എന്റെ സഹോദരി ഭാഗത്തിൽ ദൈവപൂജിതയായി വാമഭാഗത്ത് കുടിയുണ്ടായി. അവിടുത്തെ അനുഗ്രഹം പോലെ. പുത്ര, നീ അവതാരോദ്ദേശം പൂർത്തീകരിച്ചിരിക്കുന്നു. ശബരിക്ക് സായുജ്യം നൽകി പന്തളം കൊട്ടാരത്തിലേക്ക് മടങ്ങിയാണ്. അതിനുശേഷം ശബരിമലയിൽ ഈ ക്ഷേത്രം പണി കഴിപ്പിച്ച് ചൈതന്യമായി കലിയുഗവരതനായി അവിടെ നിലകൊണ്ടാണ്. അശരണർക്ക് ശരണമേകി പൊന്നമല വീട്ടിൽ കഴിഞ്ഞാൽ പുത്ര, ദേവസ്ത്രീകൾ പെൺകുടിയായി, ദേവന്മാർ അവരുടെ കുട്ടികളായി, ദേവേന്ദ്രൻ വ്യാഘ്രമായി വന്ന് നിനക്ക് വാഹനമാകും. പ്രഭു, അവിടുത്തെ ആജ്ഞ ഞാനത് നിറവേറ്റിയിരിക്കുന്നു. വേഗം പാൽ കറന്നെടുക്കാൻ വൈദ്യരോട് കൽപ്പിച്ചാൽ. ഭഗവാനെ, വർഷങ്ങൾക്ക് മുമ്പ് പമ്പാതീരത്ത് വെച്ച് കേട്ടത് ഞാൻ ഓർക്കുന്നു. സാക്ഷാൽ ഭഗവാനായ അന്ന് അടിയങ്ങളോട് പുറത്ത് രാജസിംഹാസനം ഏറ്റെടുത്താൽ ഭഗവാൻ കാട്ടിൽ പോയ രാത്രി തന്നെ റാണി സുഖം പ്രാപിച്ചു. മന്ത്രിയുടെയും വൈദ്യരുടെയും കള്ളി വെളിച്ചത്തായി ഈ പാപികളോട് അങ്ങ് സദയം ക്ഷമിക്കും. ഇവറ്റകളെ ഇവിടുന്ന് പറഞ്ഞയച്ചാൽ അരുത് പിതാശ്രീ, സംഭവിച്ചതെല്ലാം ദൈവഹിതത്താലാണ്. അതിനാൽ തന്നെ അങ്ങ് വിചാരിക്കുന്നത് പോലെ പാപമൊന്നും ചെയ്തിട്ടില്ല. ദേവ, അവിടുത്തെ ഇച്ഛ അറിയിച്ചാൽ ദയവായി രാജ്യവും സിംഹാസനവും എന്റെ പ്രിയ സഹോദരൻ രാജരാജയ്ക്ക് കൈമാറിയാൽ എന്റെ അവതാരോദ്ദേശം പൂർത്തിയായിരിക്കുന്നു. ഞാൻ അയക്കുന്ന അമ്പ് പതിക്കുന്നിടത്ത് എനിക്കായി ഒരു ക്ഷേത്രം പണിതീർത്താലും. ക്ഷേത്രമോ? അതേ പിതാശ്രീ, പമ്പയിൽ മുങ്ങിക്കുളിച്ച് ആരെല്ലാം ദർശനം നടത്തുന്നുവോ അവരുടെ സകല പാപങ്ങൾക്കും ദുഃഖ ദുരിതങ്ങൾക്കും നിവൃത്തിയാകും.